ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ ലോങ് വീഡിയോസ് ഇടാനുള്ള ഒരു കുറച്ച് സമയക്കുറവ് കാരണം കൊണ്ടാണ്. അപ്പം നിങ്ങളെ മുമ്പിലേക്ക് ഇപ്പം ഞാൻ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ പിടിക്കുന്ന നമ്മുടെ കുളത്തിൽ നിന്ന് തന്നെ മീൻ പിടിക്കുന്ന ഒരു കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. എന്തായാലും ആ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടേ ഇതുകൊണ്ടോ അരി വറുത്തത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ മീൻ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീനെ പിടിക്കാൻ വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ തീറ്റയൊക്കെ താന്നു പോയതുകൊണ്ട് ആ കൂടെ നമ്മുടെ മീനുകളും താന്നു പോയി. കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടൊന്നും മീനെ കിട്ടിയില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ കുറച്ച് മീനെങ്കിലും പിടിക്കണമെന്നുള്ള കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പോവാണ്. അതിനുള്ള മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ തീറ്റ എന്ന് പറയുന്നത് നമ്മൾ അരി വറുത്ത സാധനമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിനകത്തോട്ട് ഇടുന്ന സമയത്ത് ഇത് പൊന്തി നിൽക്കും. അപ്പൊ മീൻ വന്ന് തിന്നുന്ന സമയത്ത് നമുക്ക് പിടിക്കാന്ന് കരുതിയിട്ട് അരി കുറച്ച് വറുത്തോണ്ടും പിന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ട്. അതൊക്കെയായിട്ടാണ് ഇപ്പം മീനെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, വരൂ. എല്ലാം ഇപ്പൊ മഴ പെയ്തിട്ട് ഇവിടെ എല്ലാം ഈ കണ്ടമായതുകൊണ്ട് ഇവിടെ മൊത്തം വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന നോക്കിക്കേ, നിങ്ങൾക്ക് കാണുമ്പോ അറിയാം വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത്. ഇപ്പൊ മീൻകുളത്തിലേക്ക് പോകുന്ന രംഗമാണ്. ഇപ്പൊ ഒരു കുറച്ചു മുമ്പ് നല്ല മഴയായിരുന്നു കേട്ടോ. മഴ വന്നിട്ട് ഇവിടെ മൊത്തം വെള്ളം തളം കെട്ടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. മൊത്തം പുല്ല കേട്ടോ. ഒരു പൈക്കുട്ടി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ ആ പൈക്കുട്ടി ആരും നോക്കാനില്ലാത്തതുകൊണ്ട് പൈക്കുട്ടിയെ നമ്മൾ കൊടുത്തു. ഇല്ലെങ്കിൽ ഈ പുല്ലെല്ലാം നമ്മൾ ചെത്തിയിട്ട് പൈക്കുട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് പൈക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് പറമ്പ് നിറച്ചിപ്പോ പുല്ലാണേ. ഇത് നമ്മൾ തന്നെ നെറ്റ് വാങ്ങിച്ചിട്ട് ഈ മണികളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്താണ്. അപ്പൊ ഈ പുഴയിലൊക്കെ പോയാലും നമ്മൾ വലയിട്ടിട്ട് മീൻ പിടിക്കും. പിന്നെ നമ്മുടെ കുളത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള മീനുകളൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നെറ്റ് വാങ്ങിച്ചു. നമ്മുടെ വല ഇവിടെ വെക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കിയ ചപ്പാത്തി നമ്മുടെ അരി നമ്മുടെ ബക്കറ്റ് എന്താന്ന് വെച്ചാൽ കിട്ടുന്ന മീൻ കൊണ്ടുപോകണ്ടേ, അതിനുള്ളൊരു ബക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മീൻ ഒരുപാട് മീൻ അവിടെ ഇവിടെ എല്ലാം ഇനിയും അറിയില്ല തീറ്റ ഇട്ട് കഴിഞ്ഞാൽ വലിയിട്ട് 14 അടി പിന്നെ ആഴമുണ്ട് കേട്ടോ. പിന്നെ കരിമീൻ, മീൻ ഒത്തിരി മീനുകളുണ്ട്. അപ്പൊ എന്തായാലും വെള്ളം കണ്ടില്ലേ. കഴിഞ്ഞ ആഴ്ച ഇത്രയും നിറം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ആഴ്ച നോക്കി ഒരു നല്ല പച്ച കളറാണ് ഈ വെള്ളം ഇപ്പൊ കാണാം. കഴിഞ്ഞ ആഴ്ച ഇത്ര എനിക്ക് വെള്ളം കൂടിയത് കൊണ്ടായിരിക്കാം. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മീൻ പൊന്തി ഒക്കെ ഒന്ന് തത്തിയൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുളം. ഈ നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ പച്ച നെറ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റപ്പായിട്ട് നമ്മൾ ഇത് മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു കുളമായിരുന്നേ. പിന്നെ അതൊക്കെ ഇപ്പം മഴയൊക്കെ വന്ന് അതൊക്കെ പൊളിഞ്ഞു പോയി. ഇപ്പൊ അതിന്റെയൊക്കെ അവശിഷ്ടങ്ങളാണ് ഇതിന്റെ നടുക്കൊക്കെ കിടക്കുന്നത് കേട്ടോ. എന്തായാലും കുളമൊക്കെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് മീൻ പിടിക്കാനായിട്ട് തുടങ്ങാം. അതിന്റെ ഇടയ്ക്കൂടെ ഫ്ലൈറ്റും പോകുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പൊ മഞ്ഞ് ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അത് പോകുന്ന വരെ ഞാൻ നോക്കിയൊരു സ്വഭാവമുണ്ട്. ഇത് പോകുന്നതിന്റെ വാല് വരെ പോയി തീരെ വരെ ഇങ്ങനെ നോക്കി നിൽക്കാം. പക്ഷെ ഇപ്പൊ കാണുന്നില്ല മഞ്ഞുള്ളതുകൊണ്ട്. വല വേണ്ടേ, വലയൊക്കെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കെട്ടുകളെല്ലാം മാറ്റി അവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഓട്ടമുണ്ട് വലയ്ക്ക്. എന്നാലും നമുക്ക് ഞാൻ ഈ സൈഡിൽ തന്നെയാണ് വലയിടാൻ പോകുന്നത്. എന്തായാലും വലയിടാൻ പോവാട്ടോ. ഒരു മിനിറ്റ് എന്റെ കാലിൽ കെട്ടി എന്നെയും കൊണ്ട് വലയുടെ കൂടെ
രണ്ട്. ഇനിയിപ്പം പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് മീൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ കണ്ടോ മീന് എന്തോ വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് വേസ്റ്റുകളെല്ലാം കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇത്രയും മീനെ കിട്ടി. ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം വാളയാട്ടോ, കൂടുതല് വാളയാ, ഫുള്ള് വാളയാട്ടോ. അപ്പൊ നമ്മള് വലിയ മീനെയൊക്കെ നമ്മൾ പിടിച്ച് ബക്കറ്റിനകത്തോട്ട് ആക്കിയിട്ട് ചെറിയ മീനൊക്കെ തിരിച്ച് നമുക്ക് റിട്ടേൺ അതിനകത്തോട്ട് തന്നെ ഇടാം കേട്ടോ. പാവങ്ങള് മീൻ പിടിക്കാന്നോർത്ത് തീറ്റ ഇട്ട് കഴിഞ്ഞപ്പോഴത്തന്നെ ഉണ്ടല്ലോ ചെറുതും വലുതും എല്ലാം കുറെ മീനുകൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വലയ്ക്കകത്ത് ഇങ്ങനെ കുരുങ്ങി കുറെ കിടപ്പുണ്ട്. അതിനെ നമ്മൾ ഇതിനകത്ത് ബക്കറ്റിനകത്തോട്ട് പിറക്കി ഇട്ട് കഴിഞ്ഞ ശേഷം കാണിക്കാം കേട്ടോ. ചെറുതിനെയൊക്കെ തിരിച്ച് റിട്ടേൺ തന്നെ നമ്മൾ കുളത്തിനകത്തോട്ട് ഇടുവാണേ. കിട്ടിയ മീനുകൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനുകൾ. നോക്കിയേ, ഇതൊക്കെയാണ്. ഞാനൊരു 10 മീനെ പിടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ കൊണ്ട് എല്ലാത്തിനും പരിഞ്ഞിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ടോ വയറൊക്കെ കണ്ടോ വീർത്തിരിക്കുന്നത്. ഇത് വാളയാണ് കേട്ടോ, വാള. കുറെ സൈസ് മീനുകളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടോ പടക്കുന്ന മീൻ. ഇനി കുറെ ചെറുതിനെയൊക്കെ നമ്മള് റിട്ടേൺ അതിനകത്തോട്ട് തന്നെ വെള്ളത്തിനകത്തോട്ട് തന്നെ പറക്കിയിടുക. അവിടെ എടുത്തിട്ടതിനകത്ത് കുറെ എണ്ണം ചത്ത് മരന്ന് നിൽപ്പുണ്ട്, 2-3 എണ്ണം. പൊക്കോ ജീവിച്ചോ. ചെറുതിനെയൊക്കെ നമ്മൾ പറക്കിയിട്ടു കേട്ടോ. മീനുകളെല്ലാം എടുത്തിട്ട് ഇതുകൊണ്ടോ ആവശ്യമുള്ള മീനുകളെല്ലാം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഇതിനെ തിരിച്ച് അങ്ങോട്ട് തന്നെ ഇടുക കേട്ടോ. കുറെ എണ്ണത്തിന് ഇട്ടു. പൊക്കോ. കുറെ എണ്ണത്തിന് ജീവനായി, കുറെ എണ്ണം പൊന്തിക്കിടക്കുക. അത് പൊട്ടലായെന്ന് തോന്നുന്നു. അപ്പം നമ്മള് കുറെ മീനുകൾ കിട്ടി കേട്ടോ. തീറ്റ ഇട്ടത് കൊണ്ടാവാം ഒരുപാട് മീനുകൾ നമ്മുടെ വലയ്ക്കകത്ത് കുടുങ്ങി. അപ്പൊ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ. കട്ട്ള മീനും ഒക്കെ ഉണ്ട് കേട്ടോ. കുറെ എണ്ണത്തിന് പരിഞ്ഞിലൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയമാണെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്ക് വെട്ടി തേച്ച് കഴുകി നമുക്ക് വറക്കാം. ഒരുപാട് മീനെ ഞാൻ തിരിച്ച് റിട്ടേൺ ഇട്ടു കേട്ടോ. ചെറിയ മീനുകളായതുകൊണ്ട്. ചെറിയ മീനല്ല, വലുതിനും ചെറുതിനെയൊക്കെ ആവശ്യത്തിൽ കഴിഞ്ഞ് മീനെ കിട്ടി. അപ്പൊ പകുതി എണ്ണത്തിന് നമ്മൾ തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് ഇട്ടു. ഇനി നമുക്ക് ഉള്ളതിന് കൊണ്ടുപോയി നമുക്ക് വെട്ടിത്തേച്ച് കഴുകാം കേട്ടോ. വെട്ടിത്തേച്ച് കഴുകി വറക്കാം. താഴോട്ട് പോയി താഴെ പോകുന്നില്ല. പകുതി അതിനെ നമ്മൾ തിരിച്ചിട്ട് നമുക്കത് മീനൊക്കെ നല്ലോണം വെട്ടിത്തേച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം പുരട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ പെരട്ടി വെക്കാൻ തന്നെ കുരുമുളക് ചേർക്കല്. വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വറക്കുന്നത്.
എല്ലാം ഒന്ന് കറക്റ്റ് വെക്കാം. എല്ലാ മസാലയൊക്കെ തേച്ച് എല്ലാം വെച്ചു കേട്ടോ. ഇതിപ്പോ കളർ ഇതിൻ്റെ അകത്ത് വെച്ചായതുകൊണ്ട് എനിക്ക് കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഒക്കെ സെറ്റായി ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അരമണിക്കൂറും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ വറുത്തെടുക്കുന്നതിനകത്ത് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പൊ ഇത് അരമണിക്കൂർ ഇങ്ങനെ സെറ്റായിട്ടിരിക്കട്ടെ. മീനൊക്കെ വറുത്തു വേണ്ട, നല്ല സൂപ്പർ വാളയും ഉണ്ടോ. കട്ടളമീനൊക്കെയാണ് നല്ല ടേസ്റ്റ്. ഇത് കട്ടളമീനൊക്കെ വാളയും കൂടെ മിക്സ്ഡ് ആട്ടോ. അപ്പം ഞാൻ നിങ്ങളെ മീൻ പിടിച്ച് അത് വെട്ടിത്തേച്ച് ഈ മുളക് തേച്ച് ലാസ്റ്റ് വറക്കുന്ന വരെ തിന്നുന്നതും കൂടെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കുന്നതാണേ. അപ്പൊ നല്ല ടേസ്റ്റാണ്. കാരണം വെച്ചാൽ നല്ല ഫ്രഷ് മീനല്ലേ, നമ്മളത് ഉളപ്പിന്ന് തന്നെ പിടിച്ച് നമ്മൾ പൊരിച്ച് ഇതിന് കാണിക്കാൻ വേണ്ടി ശാലം ചോറിട്ട് കഴിക്കുന്ന കേട്ടോ. എനിക്ക് വേറെ ഒരുപാട് കറിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ മീനുണ്ടെങ്കിൽ മീൻ മാത്രം മതിയേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് നമ്മളെ കുളവൊക്കെ കണ്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ, ടാറ്റാ.